ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കേക്കിൻ്റെ ഓൾറെഡി കുറച്ച് ദിവസം മുമ്പ് ചെയ്ത കേട്ടോ, എൻ്റെ കസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിസൈനാണ്. 1.5 kg കേക്ക്, സ്ക്വയർ കേക്ക് 2 kgയുടെ വലുപ്പത്തിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വൈറ്റ് ക്രീമാണ് നമ്മൾ ഫുൾ സെക്കൻഡ് ഐസിങ് കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളിൽ കേക്ക് എന്ന് പറയുന്നത് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ നോർമലി കേക്ക് ഇതുപോലെ ഫ്ലാറ്റാക്കി ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ റേറ്റ് വാങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ബേസും ബോക്സും ഒക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് വാങ്ങുന്നത്. നോർമലി 1 kgയുടെ കേക്കോ 1.5 kgയുടെ കേക്കോ അല്ല. അപ്പം വലിപ്പം കൂട്ടുന്നതിനനുസരിച്ചിട്ട് ആ ബേസിൻ്റെ ബോക്സിൻ്റെയും റേറ്റ് എക്സ്ട്രാ വാങ്ങും കേട്ടോ. കുറച്ച് റേറ്റിൽ വ്യത്യാസം വരും. പിന്നെ നമ്മൾ ഇത് കസ്റ്റമൈസ്ഡ് ഡിസൈനൊന്നുമല്ല, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഒന്ന് വരച്ച് കൊടുക്കുന്നതാണ് ഡിസൈന്. സിമ്പിളായിട്ട് എന്നാൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈനാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വൈറ്റ് ക്രീം പൈപ്പിംഗ് ബാഗ് ടിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഡിസൈൻസ് 4 കോർണറായിട്ട് ആദ്യം ഞാൻ കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഫ്ലവേഴ്സൊക്കെ വരച്ച് വെക്കുന്ന സമയത്ത് ആ 4 കോർണറിൽ ജസ്റ്റ് ഫ്ലവേഴ്സ് ആ ഒരു ലൈൻസ് ഡിസൈൻസ് വരച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷമാണ് ക്രീം പർപ്പിൾ കളറ് ഡാർക്കായിട്ടും ലൈറ്റായിട്ടും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാവൻഡർ, പർപ്പിൾ അങ്ങനെയുള്ള പല ഷെയ്ഡ്സ് കളേഴ്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം ഒരു ഡാർക്ക് ഷെയ്ഡ് ഞാൻ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ അതേ ക്രീമിലേക്ക് കുറച്ചും കൂടെ വൈറ്റ് ക്രീം ഫില്ല് ചെയ്തിട്ട് ഡാർക്ക് ഷെയ്ഡ് ആക്കിയിട്ട് മാറ്റി. പിന്നെ അതാ നോസിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പെറ്റൽ നോസിലാണ്. പെറ്റൽ നോസിൽ കുറച്ച് വലുപ്പമുള്ളത് ഞാൻ ഇവിടെ സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുക്കാം. പല ആൾക്കാരും ചോദിക്കാറുണ്ട് നോസിൽസിൻ്റെ ഫോട്ടോസ് ഒന്നുകൂടെ കറക്റ്റ് കാണിക്കുമോ, നമ്പേഴ്സ് കാണിക്കുമോ. ചില നോസിൽസിന് നമ്പേഴ്സ് ഇല്ല കേട്ടോ. നമ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പല നോസിലും പലരും ചോദിക്കുന്ന സമയത്ത് നമ്പർ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. കാരണം ഇപ്പം കിട്ടുന്ന പല നോസിൽസിനും നമ്പേഴ്സ് ഇല്ല. പക്ഷേ നമ്മൾ ഓൾറെഡി മുൻപുള്ള യൂസ് ചെയ്യുന്ന നോസിൽസ് ആണെങ്കിൽ നോറിൻ്റെ 44 അത് ബെസ്റ്റാണ്. ഇങ്ങനെയുള്ള ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാം. കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരു നോസിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നോസിൽ കിട്ടുവാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നൂറിൻ്റെ 44 ഇല്ലെങ്കിൽ പെറ്റൽ നോസിൽ റോസ് ഫ്ലവേഴ്സ് വരക്കുന്ന നോസിൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സെയിം നോസിൽ വെച്ചിട്ടാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് വരക്കുന്നത്. എല്ലാ ഫ്ലവേഴ്സും ഞാൻ ഈ സെയിം നോസിൽ വെച്ചിട്ടാട്ടോ വരക്കുന്നത്. ഇതും ഇതിൻ്റെ കുറച്ച് ചെറിയതും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് 1-2 നോസിൽസ് ഉണ്ടെങ്കിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ്, വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം റോസ് ഫ്ലവേഴ്സ് വരച്ചു, പിന്നെ പരത്തിയിട്ട് പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സ് വരച്ചു. പിന്നെ റോസ് ഫ്ലവേഴ്സിന് പകരമായിട്ട് റൗണ്ട് ചെയ്തിട്ട് മൊത്തത്തിൽ ചുറ്റിച്ചെടുക്കുന്ന ആ ഒരു ഫ്ലവർ ആട്ടോ. മൊത്തത്തിൽ ചുറ്റിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ കയ്യിൽ നിന്ന് പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു സൈഡ് കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ക്രീം പുറത്തോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു നോസിലും ഫ്ലവേഴ്സൊക്കെ ക്രീമൊക്കെ മാറ്റിയിട്ട് വീണ്ടും ക്രീം പൈപ്പിംഗ് ബാഗിലോട്ടേക്ക് മാറ്റി ഈ ഒരു നോസിലും എല്ലാം നമ്മൾ സെയിം നോസിൽ വെച്ചിട്ട് തന്നെയാണ് വരക്കുന്നത്. എല്ലാ ഫ്ലവേഴ്സും സെയിം നോസിലാണ്. പിന്നെ ക്രീം ഞാൻ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്, കളർ ഡിഫറൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് ജസ്റ്റ് ചുറ്റിച്ചെടുക്കൽ മാത്രമാണ്. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള ഭംഗിയാണ് എല്ലാത്തിൻ്റെ ഇടയിൽ ഇത് വെച്ച് കൊടുക്കുന്ന സമയത്ത്. ഇത് നോസിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക, ആ ഒരു ഫ്ലവർ നെയിൽ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് റൗണ്ടിൽ ഒരു മൊട്ട് പോലെയുള്ളൊരു സംഭവം കിട്ടും. അതിനാണ് ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് കറക്റ്റ് മനസ്സിലാവും. നമ്മൾ അവർ നിർത്തുന്ന സമയത്ത് ചെറിയൊരു വേവ്സ് വ്യത്യാസം വരും. പക്ഷെ നിർത്താതെ മെല്ലെ ചുറ്റിച്ച് എടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറേ അങ്ങനത്തെ പർപ്പിളിലുള്ളതും ഈ ഒരു പിങ്കിലുള്ളതും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു പിങ്കിൽ ഷുഗറൈൻ്റെ പിങ്കും പിന്നെ നമ്മൾ ഷെഫ് മാസ്റ്ററിൻ്റെ പിങ്കും മിക്സ് ചെയ്തിട്ടാണ്, ഡീപ്പ് പിങ്കും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളറ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ പർപ്പിളിൻ്റെ ചെറിയൊരു പോർഷൻ, ചെറുതെന്ന് അത്രയും മിക്സ് ചെയ്ത കുറച്ച് ക്രീം എടുത്തിട്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു കളറ് വേരിയേഷൻസ് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പലതരം കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഓരോ കേക്കും നമ്മൾ ചെയ്തെടുക്കുക. അല്ലാണ്ട് ഒറ്റ കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യൽ കുറവാണ്. പിന്നെ ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ പ്ലേറ്റിലാക്കി വെച്ചത് ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ട് കേക്ക് ഐസിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇങ്ങനെ എടുത്ത് വെക്കുന്ന സമയത്ത് ഡാമേജസ് ഒന്നും ഇല്ലാതെ വിചാരിച്ച സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചില സമയത്ത് ഈ ഫ്ലവേഴ്സ് ഇവിടെ വേണ്ട, അപ്പുറത്തേക്ക് മാറ്റണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആ ഒരു നൈഫ് കൊണ്ട്
പെട്ടെന്ന് എടുത്തിട്ട് അപ്പുറത്തോട്ടേക്ക് മാറ്റാൻ പറ്റും കേട്ടോ. ഇതുപോലെ ചെരിച്ചും മറിച്ചും ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റും, ഡാമേജ് തട്ടില്ല. കാരണം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിങ്കും പർപ്പിളും ലൈറ്റ് ആ ഒരു ലാവൻഡർ രീതിയിലും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ പല രീതിയിലാണ് വെക്കുന്നത്. വിടർന്ന് നിൽക്കുന്നതും റോസ് ഫ്ലവേഴ്സും നേരത്തെ വരച്ചിട്ടുള്ള ആ റൗണ്ട് പെറ്റൽസും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അതായത് ലൈറ്റും ഡാർക്കും പിങ്കും ഒക്കെ കൊടുത്തിട്ടുള്ള കോമ്പിനേഷനാണ്. അങ്ങനെ 2 കോർണറിലായിട്ടാണ് ഈ ഫ്ലവേഴ്സ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്നത്. അടുത്തടുത്ത് ഒരേ ഡിസൈൻസ് വരാതെ, ഒരേ കളേഴ്സും വരാതെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും ഓരോ ഭാഗത്തായിട്ടാണ് വെക്കുന്നത്. പിന്നെ ഈ ഒരു കോർണറിൽ ഈ ഫ്ലവേഴ്സ് ഒന്ന് ചെരിച്ച് വെച്ചിട്ടാട്ടോ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതൊന്ന് ചെരിച്ച് കൊടുക്കുമ്പോഴാണ്. കാരണം ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ആ ഒരു ഫ്ലവേഴ്സ് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു മിസ്മാച്ചിങ്, ഒരു ഭംഗി കുറവ് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ ആ സമയത്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഭംഗിയും ഇതൊക്കെ ലുക്കൊക്കെ വരുന്നത്. 4 കോർണറിലും ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ 2 മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലീഫ് ഗ്രീൻ എന്നുള്ള ഇതിൽ കുറച്ച് യെല്ലോ കളറും കൂടെ കൊടുത്തിട്ട് ലീഫ് ഡിസൈൻസ് നോസിൽ കൂടെ വെച്ചിട്ട് അതിൻ്റെ സൈഡിലും ഉള്ളിലും എവിടെയൊക്കെയാണോ ഗ്യാപ്സ് ഉള്ളത് അവിടെയൊക്കെ ഞാൻ ഈ ലീഫിൻ്റെ ഡിസൈൻസ് കൊടുക്കുന്നുണ്ട്, ലീഫ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലീഫും കൂടെ വരുമ്പോഴാണ് ശരിക്കും ആ ഒരു ഒറിജിനാലിറ്റി, ഒരു ഭംഗി വരുന്നത്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് അല്ല, ഇത് ക്രീമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിൽ ക്രീമിന് ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ക്രീമിൻ്റെ ഡിസൈൻസ് വേണമെന്ന് മെയിനായിട്ട് പറയുന്ന കസ്റ്റമേഴ്സ് കുറേ ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ കസിന് തന്നെ ആയതുകൊണ്ട് അവിടെ കുറച്ച് കുട്ടികൾ അധികം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ക്രീമാണ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ക്രീം ഡിസൈൻസ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ആ ബാക്കി വരുന്ന പോർഷൻസിൽ ഇതുപോലത്തെ സംഭവങ്ങൾ കുറച്ചും കൂടെ ഒന്ന് വരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു എസ് എന്നുള്ള രീതിയിൽ 2 സൈഡിലും ചുറ്റിയിട്ടുള്ള ഒരു എസ് എന്ന രീതിയിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചെയ്തേ ഉള്ളൂ. അതിനങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളൊന്നുമില്ല. ആദ്യം ഒരു ലൈൻസ് കൊടുത്തിട്ട് അതിന് മുകളിൽ കുറച്ചും കൂടെ ഒന്ന് തിക്കാക്കിയിട്ടും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കേക്കൊക്കെ സെറ്റാക്കി കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു ആ ഒരു കേക്ക് നോർമലി ഫുള്ള് സെൻറ്ററിൽ പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോൾ ഒരു രസക്കുറവ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ടെക്സ്ചർ ഡിസൈൻ പോലെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈൻ കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള അതേ ഈ സൈഡിൽ വെച്ചിട്ടുള്ള ആ ക്രീം എടുത്തിട്ടുള്ള അതേ ക്രീമിൻ്റെ പൈപ്പിംഗ് ബാഗിൻ്റെ ബാക്ക് വശം ഒന്ന് ചുരുട്ടി പിടിച്ചിട്ട് അത് വെച്ച് തന്നെയാണ് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ആ ഒരു ടച്ചിങ്സ് കൊടുക്കുന്നത് ടെക്സ്ചർ ഡിസൈനിങ് ആ ഒരു രൂപം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഡിസൈനിങ് കൊടുത്തതിന് ശേഷം 2 സൈഡിലായിട്ട് ഗോൾഡൻ ഫ്ലേക്സും ഒരു ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഷുഗറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ജസ്റ്റ് കളർ ഒന്ന് സ്പ്രെഡ് ആയതുകൊണ്ട് അവിടെ കവർ ചെയ്യാനും പിന്നെ കുറച്ച് ഭംഗി കൂട്ടാനും ഈ ഒരു നമ്മുടെ ഗോൾഡൻ ലീഫ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ ലീഫ് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക വൈറ്റിൽ ആ ഗോൾഡൻ ടച്ചൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ചുകൂടെ വലിപ്പമുള്ള ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു അട്രാക്ഷൻ ആ ഒരു ഫ്ലവേഴ്സിന് മാത്രം കേട്ടോ, മറ്റുള്ള റോസ് ഫ്ലവേഴ്സിനൊന്നും കൊടുക്കുന്നില്ല. ആ ഒരു വിടർത്തി നമ്മൾ വരച്ചിട്ടില്ലേ അതിന് മാത്രമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സൈഡിലായിട്ട് ഗോൾഡൻ ഫ്ലേക്സും ഷുഗർ ബീഡ്സ് ഫ്ലവേഴ്സും ഒക്കെ കൊടുത്തു. അപ്പോൾ പേരും കൂടെ കൊടുത്തു. മമ്മൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. കുറേ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസും ഈ ഫ്ലവേഴ്സൊക്കെ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫ്ലവേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഇതിൽ പറയാതിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാം.